ഹായ്, ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റഡി ബാറ്റൺ. ആംഗിൾ ബാറ്റൺ അല്ല. ആംഗിൾ ബാറ്റൺ എന്ന് പറയുമ്പോൾ കുറച്ച് ചരിഞ്ഞിരിക്കും. ഇത് സ്റ്റഡി ബാറ്റണാണ്. സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. സ്റ്റഡി ബാറ്റൺ എന്ന് പറയുന്നത് സാധാ നമ്മൾ സ്ക്രൂ ഹോൾഡറൊക്കെ, നമ്മുടെ പെൻഡൻറ്റ് ഹോൾഡർ ഉണ്ടല്ലോ, താഴോട്ട് നമ്മൾ ഹാങ് ചെയ്തിരുന്നേ, ആ പെൻഡൻറ്റ് ഹോൾഡർ സെറ്റ് ചെയ്യുന്ന പോലെയാണ്. പിന്നെ ഇത് നമുക്ക് ഏതെങ്കിലും സർഫസിൽ ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കാൻ നോക്കും. പെൻഡൻറ്റ് ഹോൾഡർ അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ വയറും കൊടുക്കുന്നത്. 2 ടെർമിനലുണ്ട്. അതിനകത്ത് ന്യൂട്രലോ ഫേസോ എവിടെയെങ്കിലും മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, എവിടെയെങ്കിലും കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്താൽ മതി ഈ ടെർമിനൽ. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. സെറ്റ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ ടെസ്റ്ററിൻ്റെ അത്രയും ചെറിയ മൈനസ് ഉള്ള സ്ക്രൂ ഡ്രൈവർ ആയിരിക്കണം. എന്നാലേ ഈ ടെർമിനലിൻ്റെ സ്ക്രൂവിനകത്തോട്ട് അത് അങ്ങോട്ട് കിടന്ന് ചെല്ലത്തുള്ളൂ. എന്നാലേ നമുക്ക് ടൈറ്റ് ചെയ്യാനും അത് സ്ക്രൂ നല്ലോണം ഊരാനും ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കണക്ടർ എന്ന് പറയും. അപ്പോൾ കണക്ടറിൻ്റെ രീതിയിലുള്ള ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഇത്രയും സൈസുള്ള സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്കത് ഊരാനൊക്കത്തുള്ളൂ. ഇതിൻ്റെ ടെർമിനലിൻ്റെ സ്ക്രൂ റിലീസ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ അത്രയും ചെറിയ നമ്മുടെ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ടെസ്റ്റർ വെച്ചാലും നമുക്കതിൻ്റെ കണക്ട് ചെയ്യാനൊക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടൂൾസും കൂടെ വേണം. അപ്പോൾ ഇവിടെയാണ് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ളത്. സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ വയറിൻ്റെ ഇൻസുലേഷൻ കളയണം. ഇൻസുലേഷൻ കളഞ്ഞിട്ട് ആ ടെർമിനലിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ തന്നെ വയർ നല്ല ട്വിസ്റ്റ് ചെയ്തിട്ട് അകത്തോട്ട് വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ക്രൂ റിലീസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഫുള്ള് റിലീസ് ചെയ്യല്. പയ്യെ നമ്മൾ റിലീസ് ചെയ്തിട്ട് ഈ ഹോളിനകത്ത് നോക്കണം, ഈ സ്ക്രൂ ഇങ്ങനെ മേളിലോട്ട് ഉയർന്നു വരുന്നുണ്ടോ എന്ന്. ഈ ഹോൾഡറിൽ കുഴപ്പമില്ല. ചില ഹോൾഡറൊക്കെ അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ അങ്ങ് ഇതിനകത്ത് നിന്ന് വീണ് പോവും, ഇതിനകത്ത് അങ്ങ് ഊരിപ്പോവും. പിന്നെ അത് ഇടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. എന്നാലും നമുക്ക് ഇടാനൊക്കെ ചിലപ്പോൾ ചെറിയ സ്ക്രൂ ആയതുകൊണ്ടൊക്കെ താഴെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ സ്ക്രൂ റിലീസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റിലീസ് ചെയ്തിട്ട് നോക്കണം. ഈ താഴത്തെ വയറ് കയറുന്ന ഹോളിൽ നോക്കുമ്പോൾ അറിയാനൊക്കും ഇത് നല്ല രീതി ഹോള് നല്ലോണം രീതി ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് അറിയാനൊക്കും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതനുസരിച്ച് ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഊരണം, ഈ 2 സ്ക്രൂ. പിന്നെ ഇതിൻ്റെ ഈ പുറകിലത്തെ ഈ 2 സ്ക്രൂ ഇത് കണ്ടോ, ഈ ഹോളിൻ്റെ കണ്ടോ സ്ക്രൂ, ഇത് ഫിക്സ് ചെയ്യാനുള്ള, ഈ സർഫസിലോട്ട് വെച്ച് ഫിക്സ് ചെയ്യാനുള്ള. അപ്പോൾ ഇതിൻ്റെ ഹോള് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഇതെവിടെയാണ് ഈ ഹോള് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്, ഇവിടുത്തെ ഈ ഹോളും കിട്ടുന്നുണ്ട്, ഇത് കണ്ടോ, ആ ഹോളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലോണം വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഹോൾഡർ നല്ലോണം നമ്മൾ ബാക്കിലെ സർഫസിലോട്ട് നല്ലോണം നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഈ ജംഗ്ഷനകത്തോട്ട് ഇനി നമുക്ക് ബൾബ് വേണം. ഇത് 9 വാട്ട്സിൻ്റെ ബൾബാണ്. 9 വാട്ട്സ് നമ്മൾ റൂംസിലൊക്കെ അത്യാവശ്യം നമുക്ക് 9 വാട്ട്സിൻ്റെ ബൾബൊക്കെ മതിയാവും. പിന്നെ 5 വാട്ട്സിൻ്റെ ബൾബൊക്കെ നമുക്ക് ബാത്റൂമിലൊക്കെ ഇടാൻ പറ്റുന്ന വാട്ട്സ്, 5 വാട്ട്സൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഈ സ്ട്രൈറ്റ് ബാറ്റൺ. ആംഗിൾ ബാറ്റിന് ഈ പൊസിഷൻ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അത് നമ്മൾ ഭിത്തിയിൽ വെർട്ടിക്കലായിട്ട്, ഭിത്തിയിൽ മാത്രമേ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. ഭിത്തിയിൽ നിന്ന് ഇങ്ങനെ ഡൗൺ ആയിട്ട് ഒരു 30 ഡിഗ്രി 35 ഡിഗ്രിയൊക്കെ ആംഗിളായിട്ട് വരുന്ന സ്ഥലത്ത് മാത്രമേ ഇത് നമ്മൾ മേളിൽ ടോപ്പ് സീലിങ്ങിലാണ് നമ്മൾ ഈ സ്റ്റഡി ബാറ്റൺ സെറ്റ് ചെയ്യുന്നത്.